ഫ്രണ്ട്സ്, നമ്മുടെ രാജ്യത്തുള്ള വിവിധ എയർപോർട്ടുകളിലേക്കായിട്ട് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതായത് ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത് സെക്യൂരിറ്റി സ്ക്രീനർ എന്ന് പറയുന്ന തസ്തിലേക്കും അസിസ്റ്റന്റ് എന്ന് പറയുന്ന തസ്തിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ 2 നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ യാതൊരുവിധ എക്സ്പീരിയൻസോ മറ്റ് കാര്യങ്ങളൊന്നും വേണ്ട. നിങ്ങൾക്ക് +2 കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി അതല്ല, നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞവരാണെങ്കിൽ ഡിഗ്രി കഴിഞ്ഞവർക്കുള്ള വേക്കൻസി ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രിയോ അതല്ലെങ്കിൽ +2 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് നമ്മുടെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പൂർണ്ണ ഓണർഷിപ്പിലുള്ള AA ക്ലാസ് എന്നാണ്. അത് നമ്മൾ ഷോർട്ടായിട്ട് പറഞ്ഞാൽ കൂടെ കാണാൻ പറ്റും. അതായത് AA കാർഗോ ലോജിസ്റ്റിക് ആൻഡ് അലൈഡ് സർവീസസ് കമ്പനി ലിമിറ്റഡ് എന്നാണ് ഇതിൻ്റെ ഫുള്ളായിട്ട് പറയുന്നത്. ഇത് 100% സബ്സിഡിയറി കമ്പനിയാണ് നമ്മുടെ എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ. ഓക്കെ, അപ്പോൾ നമ്മുടെ എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഒരു സബ്സിഡിയറി കമ്പനിയാണ് നമ്മുടെ AA ക്ലാസ്. അപ്പോൾ AA ക്ലാസിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. 2 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾക്കൂടെ കാണാൻ പറ്റും. മറ്റൊരു നോട്ടിഫിക്കേഷൻ ഇതാ. അപ്പോൾ ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ ഇതാ, രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ ഇതാ. അങ്ങനെ 2 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത് സെക്യൂരിറ്റി സ്ക്രീനർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ്, ഫ്രഷർ. രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത് നിങ്ങൾക്കൂടെ കാണാം അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റാണ്. ഇത് രണ്ടും എന്താണ്, പെർമനന്റ് വേക്കൻസി അല്ല, കോൺട്രാക്ട് ബേസിലാണ്. ഈ കോൺട്രാക്റ്റ് നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ പോകേണ്ട. നിങ്ങൾക്ക് ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, അത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി പറയുന്നുണ്ട്. അത് മാത്രമല്ല, നിങ്ങൾക്ക് എന്താണ് ചില കോഴ്സുകളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ഞാൻ പറയാം. ഫ്രീ ആയിട്ട് അവർ ഫണ്ട് ചെയ്ത് നിങ്ങൾക്ക് ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് എയർപോർട്ട് ജോലി അല്ലെങ്കിൽ എയർപോർട്ട് ജോബ്സിനൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ബെസ്റ്റ് എൻട്രിയാണ് ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. ഏതൊക്കെ എയർപോർട്ട്സിലാണ് വേക്കൻസി, എവിടെയൊക്കെ നമുക്ക് സെലക്ഷൻ എങ്ങനെയായിരിക്കും തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം A to Z കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള നോട്ടിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ നിങ്ങളിലേക്ക് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ ഉടനെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കണ്ട. അപ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷനിലേക്ക് വരുന്നതിന് മുൻപ് നിങ്ങൾക്കൊരു കാര്യം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾക്കിപ്പോൾ SSLC അല്ലെങ്കിൽ +2 അല്ലെങ്കിൽ ഡിഗ്രി PG ഒക്കെ പഠിക്കണമെങ്കിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ടൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള സിലബസോട് കൂടി നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പഠിക്കാൻ പറ്റുന്ന സംവിധാനങ്ങളുണ്ട് ഇപ്പോൾ. അതാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുന്നത്. നിങ്ങളുടെ കാണാം, പഠനം മുടങ്ങിയവരാണെങ്കിലും ഇനി പരാജയപ്പെട്ടവരാണെങ്കിലും ഒക്കെ വീണ്ടും നിങ്ങൾക്ക് SSLC എഴുതാം, ഇനി +2 എഴുതാം. ഇതിന് ഏജ് ലിമിറ്റോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ഡിഗ്രി PG ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പാസ്സാകാം. ഒരു വളരെ വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് കാര്യങ്ങളായിരിക്കും. ഡിഗ്രി PG കോഴ്സുകളോടെ ലിസ്റ്റ് ഉണ്ട്. BA BCom BCA BBA BSc, ദെൻ നിങ്ങൾക്ക് BSW പറഞ്ഞ ഡിഗ്രി കോഴ്സുകൾ എടുക്കാം. PG ആണെങ്കിൽ MA MCom MCA MBA MSc MSW തുടങ്ങിയിട്ടുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അംഗീകൃത യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള കോഴ്സുകളായിരിക്കും. ഏത് രാജ്യത്തുള്ളവർക്കും ഇതിലേക്ക് അപേക്ഷിക്കുക എന്ന് പറയുന്നുണ്ട്. അതുപോലെ പരിചയസമ്പന്നരായ അധ്യാപകരായിരിക്കും. കൃത്യമായ ഫോളോ അപ്പ് ഉണ്ടാവും. ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമുകൾ ഉണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന കോഴ്സുകളൊക്കെ ലഭിക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് ദൈജുവലാണ് ഈ കോഴ്സൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട്, 73062918. ജസ്റ്റ് നിങ്ങൾ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞുതരും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന എന്തെങ്കിലും കോഴ്സുകളൊക്കെ എടുത്ത് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്താൽ മതി. ഇനി ഇതിൻ്റെ മറ്റ് ബെനിഫിറ്റ്സ് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഇത് വെറും ഒരു സർട്ടിഫിക്കറ്റ് അല്ല. നിങ്ങൾക്ക് സ്വദേശ വിദേശ ഉപരിപഠനം, എമിഗ്രേഷൻ, എംബസി അറ്റസ്റ്റേഷൻ ഒക്കെ ഉപയോഗിക്കാവുന്ന വാലിഡായുള്ള സർട്ടിഫിക്കറ്റാണ്. ഇനി നമ്മുടെ SSLC +2ൻ്റെ കാര്യമൊക്കെ നോക്കുകയാണെങ്കിൽ വെറും 6 മാസം കൊണ്ടാണ് നിങ്ങൾക്ക് SSLC +2 കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു സ്കീം വന്നിരിക്കുന്നത്. ഈ അതിൻ്റെ സിലബസ് ഈസി ആയിരിക്കും. നമ്മുടെ റെഗുലർ ഇപ്പം നിങ്ങൾ പഠിച്ചിരുന്ന സിലബസ് അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഉള്ള SSLC അല്ലെങ്കിൽ +2 സിലബസ് പോലെ കട്ടിയുള്ള സിലബസ് ആയിരിക്കില്ല. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായുള്ള വളരെ സിമ്പിളായുള്ള സിലബസ് ആയിരിക്കും. ഫീസൊക്കെ തവണകളായി അടയ്ക്കാം. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് വെച്ച് ഏത് മേഖലയിൽ നിങ്ങൾക്ക് തുടർ പഠനം നടത്താം. വർഷത്തിൽ 2 തവണ പരീക്ഷ ഉണ്ടാവും. +2 ഹ്യൂമാനിറ്റീസോ സയൻസോ കൊമേഴ്സോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പ്രായപരിധി ഇതിനില്ല. കേരളത്തിൽ എല്ലാ ജില്ലയിലും പരീക്ഷാ കേന്ദ്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കോഴ്സ് എടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ 7306219188 എന്നുള്ള നമ്പറിലേക്ക് ഉടനെ തന്നെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഞാൻ പിൻ ചെയ്ത് വെക്കണം നമ്മളെ കമൻറ്റിൽ. അപ്പോൾ നേരെ ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. അപ്പോൾ 2 നോട്ടിഫിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ ഇത് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യുന്ന വേക്കൻസിയാണ് ഞാൻ പറയാൻ പോകുന്നത്. രണ്ടാമത്തെ നമുക്ക് +2 ആണ് യോഗ്യത കേട്ടോ. നിങ്ങൾക്ക് ജസ്റ്റ് +2 ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം കംപ്ലീറ്റ് പറഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ വീഡിയോ സീക്ക് ചെയ്ത് കണ്ടാൽ മതി. ഓക്കെ, പെന്നിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇവിടെ എത്തുമ്പോൾ ഗ്രീൻ ആവും, അത് നോക്കിയാലും മതി നിങ്ങൾ. അപ്പോൾ 26/5/2025. അപ്പോൾ രണ്ടിലേക്കും ഒരു വിദ്യാർത്ഥിക്ക് +2 ഡിഗ്രി ഉണ്ടെങ്കിൽ +2 വെച്ചിട്ടും അപ്ലൈ ചെയ്യാം, ഇനി ഡിഗ്രി വെച്ചിട്ടും അപ്ലൈ ചെയ്യാം. അങ്ങനെയുള്ളവർ മുഴുവനായിട്ടും കാണാം. 26/5/2025 നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്ന അഡ്വർടൈസ് നമ്പർ വേണം. സെക്യൂരിറ്റി സ്ക്രീനർ ഫ്രഷറാണ് വിളിച്ചിരിക്കുന്നത്. നമ്മുടെ AA കാർഗോ ലോജിസ്റ്റിക് ആൻഡ് അലൈഡ് സർവീസ് കമ്പനി ലിമിറ്റഡിൻ്റെ ഫിക്സഡ് ടേമായുള്ള രീതിയിലാണ് വിളിച്ചിരിക്കുന്നത്. കോൺട്രാക്ട് ബേസിലാണ്. 3 വർഷത്തേക്കാണ് ഇനിഷ്യലി വിളിച്ചിരിക്കുന്നത്. അത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഞാൻ പറഞ്ഞു. ഓക്കെ, ഇവിടെ സെക്യൂരിറ്റി സ്ക്രീനർ ഫ്രഷറിൻ്റെ വേക്കൻസി നമുക്ക് നോക്കാം.
എയർപോർട്ട് എങ്കിൽ പ്ലേസ് ഓഫ് പോസ്റ്റിംഗ് ഇവിടെ കാണാം. ഇവിടെ ചെന്നൈയൊക്കെ കാണാൻ നിങ്ങൾക്ക് 176 വേക്കൻസി ചെന്നൈയിലുണ്ട്. പിന്നെ അതുപോലെ ജനറൽ OBC SST EWS ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വിവിധ റിസർവ് വേക്കൻസീസും അത്യാവശ്യമുണ്ട്. ലാസ്റ്റ് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 30 വരെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ്. ഇപ്പോൾ നമുക്ക് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന എയർപോർട്ട് അല്ലെങ്കിൽ പ്ലേസ് മാത്രമായിരിക്കില്ല, ഇന്ത്യയിൽ ഏത് എയർപോർട്ടിൽ വേണമെങ്കിലും നമ്മൾ എന്ത് ചെയ്യാം, പോസ്റ്റ് ചെയ്യാം എന്ന് പ്രത്യേകമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന ചെന്നൈ അല്ലേ നമ്മുടെ കേരളത്തിൽ വേക്കൻസി വരട്ടെന്ന് വിചാരിച്ച് നിൽക്കണ്ട. നമുക്ക് കേരളത്തിലൊക്കെ എന്താണ് പോസ്റ്റിംഗ് ലഭിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് ഏത് ലൊക്കേഷൻ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും എന്ത് ചെയ്യാം, അത് പോസ്റ്റ് ചെയ്യാന്നുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാം. ദെൻ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 1/6/2025 കണക്കാക്കിയിട്ട് നിങ്ങൾക്ക് ഏജ് ലിമിറ്റ് ആണെങ്കിലും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണെങ്കിലും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ എസെൻഷ്യൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാം, ഗ്രാജുവേഷൻ ഫ്രം എനി റെക്കഗ്നൈസ്ഡ് ബോർഡ് ഓർ യൂണിവേഴ്സിറ്റി എന്നുള്ളതാണ്. അതായത് ഏതെങ്കിലും വിഷയത്തിൽ ജസ്റ്റ് ഡിഗ്രി ഉണ്ടായിരിക്കുക. ഓക്കെ, എനി ഡിഗ്രിയാണ്, എനി ഗ്രാജുവേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ ഒരൊറ്റ കണ്ടീഷനുള്ളൂ, ജനറൽ OBC EWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 60% മാർക്ക് ഉണ്ടായിരിക്കണം. ഈ പറയുന്ന SC ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 55% മാർക്ക് മതി. ഓക്കെ, അപ്പോൾ ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. SC ആണെങ്കിൽ അവർക്ക് 55% മാർക്ക് മതി, ജനറൽ OBC EWS ആണെങ്കിൽ മിനിമം 60% മാർക്ക് ഉണ്ടായിരിക്കണം. ഇനി അതോടൊപ്പം തന്നെ നമ്മൾ ഓൺലൈനായിട്ട് ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് പെർസെൻറ്റേജ് ആയിട്ട് തന്നെ കൊടുക്കണം നിങ്ങളവിടെ. ഓക്കെ, 60, 70 അല്ലെങ്കിൽ എത്രയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ പെർസെൻറ്റേജ് ആയിട്ട് തന്നെ കൊടുക്കണം. ഒരിക്കലും നമ്മുടെ ഗ്രേഡ് എന്താണ് ക്യുമുലേറ്റീവ് ഗ്രേഡ് പോയിൻറ്റ് ആവറേജ്, അതായത് നമ്മുടെ സർട്ടിഫിക്കറ്റിലുള്ള ഗ്രേഡ് പോയിൻ്റ് ആയിട്ട് നമ്മൾ കൊടുക്കാൻ പാടില്ല. അത് പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ നമുക്കൊന്ന് റീഡ് ചെയ്യാനും സ്പീക്ക് ചെയ്യാനും ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ അപേക്ഷ നൽകുന്നു. അപ്പോൾ നമ്മൾ ചെന്നൈയിലാണ് അപേക്ഷ നൽകുന്നത്, നമുക്ക് തമിഴ് അത്യാവശ്യം ഒന്ന് ഡീൽ ചെയ്യാൻ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ഭയങ്കരമായിട്ടൊന്നും വേണ്ട. ഓക്കെ, അതൊക്കെ നമ്മൾ മറ്റു അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കാണേണ്ടതില്ല. ലാംഗ്വേജൊക്കെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും, നമ്മളുടെ മിടുക്ക് പോലെയാണ്. ഇനി ഇവിടെ നിങ്ങൾക്ക് ഏജ് ലിമിറ്റാണ് 1/6/2025 കണക്കാക്കി നിങ്ങൾക്ക് 27 വയസ്സ് കഴിയാൻ പാടില്ല എന്നുള്ളതാണ്. എന്നാൽ SC ST OBC കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ ഏജ് റിലാക്സേഷൻ ഉണ്ട്. EWS എക്സ് സർവീസ്മാൻ, അതുപോലെ തന്നെ PWD കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ ഏജ് റിലാക്സേഷൻ ഉണ്ടാകും ഗവൺമെൻറ് റൂൾ പ്രകാരമുള്ള. OBC NC ആണെങ്കിൽ 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. SC ST ആണെങ്കിൽ 32 വയസ്സ് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതിൻ്റെ ഒരു ജോബ് പ്രൊഫൈൽ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമുക്ക് എന്തായാലും ഇപ്പം നമ്മൾ ബാഗേജ് കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് കാർഗോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിലൊക്കെ എന്തെങ്കിലും ഡേഞ്ചർ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്പ്ലോസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രോഹിബിറ്റഡ് ആയുള്ള ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ടോ നോക്കുക. അതോടൊപ്പം തന്നെ എയർപോർട്ടിൻ്റെ അല്ലെങ്കിൽ കാർഗോ കോംപ്ലക്സിൻ്റെ സെക്യൂരിറ്റി ഫംഗ്ഷനുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് നമ്മൾ അതിൻ്റെ കൂടെ നിൽക്കുക, അതിൻ്റെ അങ്ങനെയുള്ള എല്ലാ മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും പ്രധാനമായിട്ടും നമ്മുടെ ഒരു ജോബ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് ആണ്. നിങ്ങൾക്ക് ഇതിലേക്ക് ജനറൽ OBC കാറ്റഗറി ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 750 രൂപയാണ് വരുന്നത് ഫീസായിട്ട് കേട്ടോ. അപ്ലിക്കേഷൻ ഫീ ഉണ്ട്. ദെൻ SC ST EWS ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് വെറും 100 രൂപ അടച്ചാൽ മതി ഇതിലേക്ക് ഫീ ആയിട്ട്. ഇനി ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ആണ്. ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സിൽ ഓപ്പണിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 9/6 അതായത് ജൂൺ 9 മുതലാണ് ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷ സ്റ്റാർട്ട് ആകുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ഞാൻ കാണിക്കാം. അതോടൊപ്പം തന്നെ ഓൺലൈൻ അപേക്ഷയുടെ ക്ലോസിംഗ് ഡേറ്റ് ജൂൺ 30 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് ഇൻ്റർവ്യൂ ആണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ആ ഇൻ്റർവ്യൂവിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നത് നിങ്ങളുടെ രജിസ്റ്റേർഡ് ഇമെയിൽ ID വഴിയായിരിക്കും. ഓൺലൈനായിട്ട് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഏത് ഇമെയിൽ ID ആണോ കൊടുത്തത് ആ ഇമെയിൽ IDയിലേക്കായിരിക്കും അവർ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ മെയിലൊക്കെ നോക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന വെബ്സൈറ്റിലും ഉണ്ടായിരിക്കും. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയറായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് ഫില്ല് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ 10ാം ക്ലാസ്സിലെ +2 സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം. ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് ഒറിജിനൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ ആണെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ദെൻ മാർക്ക് ഷീറ്റ് അപ്ലോഡ് ചെയ്യണം. ദെൻ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് SC ST OBC ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി തയ്യാറാക്കിയായിരിക്കണം കേട്ടോ. അതുപോലെ ആധാർ കാർഡ് OBC ഒക്കെ ആണെങ്കിൽ OBC NC യിലാണ് വേണ്ടത്. ആധാർ കാർഡിൻ്റെ കോപ്പി സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. റീസെൻറ്റ് പാസ്പോർട്ട് കളർ ഫോട്ടോഗ്രാഫ് 20 KB കൂടാൻ പാടില്ല. അതുപോലെ തന്നെ അപ്ലിക്കേഷൻ ഫീ അടയ്ക്കണം. പിന്നെ അതോടൊപ്പം തന്നെ സ്കാൻഡ് സിഗ്നേച്ചർ മാക്സിമം 20 KB ഫയൽ സൈസ് പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. പിന്നെ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടാലുള്ള ഡോക്യുമെൻറ്റ്സ് ആണ്. പിന്നെ നിങ്ങൾ ആ സമയത്ത് നോക്കിയാൽ മതി. ഇനി പേ ആൻഡ് അലവൻസ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ പറയുന്ന സെക്യൂരിറ്റി സ്ക്രീനർ എന്ന് പറയുന്ന തസ്തിലേക്ക് നിങ്ങൾ ഇനീഷ്യലി പോസ്റ്റ് ചെയ്യുന്നത് സെക്യൂരിറ്റി സ്ക്രീനർ ഫ്രഷർ എന്ന് പറയുന്ന രീതിയിലാണ് നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ട്രെയിനിങ് അവർ നൽകും. ആ ട്രെയിനിങ് നിങ്ങൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന സാലറി നിങ്ങൾക്ക് മന്ത്ലി കിട്ടുമെന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. നിങ്ങളെ ആ ട്രെയിനിങ് കംപ്ലീറ്റ് കഴിഞ്ഞാൽ സെക്യൂരിറ്റി സ്ക്രീനർ സർട്ടിഫൈഡ് എന്നുള്ള രീതിയിലാണ് നിങ്ങൾ അറിയപ്പെടുക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇത് അവിടെ കാണാൻ പറ്റും. ഈ പറയുന്ന ഫസ്റ്റ് ഇയറിൽ മന്ത്ലി 30,000 പെർ മന്ത് നിങ്ങൾക്ക് ലഭിക്കും. സെക്കൻഡ് ഇയറിൽ 32,000, ദെൻ തേർഡ് ഇയറിലേക്ക് വരുമ്പോൾ 34,000 പെർ മന്ത് ലഭിക്കും. പിന്നെ നിങ്ങൾക്ക് സാലറിക്ക് പുറമെ ഇൻ അഡീഷൻ ടു നിങ്ങളുടെ സാലറിക്ക് പുറമെ നിങ്ങൾക്ക് ഇവിടെ കാണാം TA DA അല്ലെങ്കിൽ ലോഡ്ജിങ് ബോർഡിങ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതായത് നമ്മൾ ഈ പറയുന്ന ഇതിൻ്റെ ഭാഗമായിട്ട് യാത്ര ചെയ്യേണ്ടി വന്നാലോ അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന താമസിക്കേണ്ടി വന്നാലോ അതിൻ്റേതൊക്കെയുള്ള ചിലവുകളൊക്കെ കമ്പനി വഹിക്കും. പിന്നെ ലീവ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും.
ഇനി ഇതിൻ്റെ മറ്റു കുറച്ച് കണ്ടീഷൻസ് ആണ്. അതായത് നമ്മൾ ഇതിലേക്ക് പറഞ്ഞു നിങ്ങൾ 2 രീതിയിലാണ് എടുക്കുന്നത്. അതായത് ഫ്രഷറായിട്ട് എടുക്കുന്നുണ്ട്, ആ ഫ്രഷറായിട്ട് എടുത്ത് നിങ്ങൾക്ക് ട്രെയിനിങ് നൽകുന്നുണ്ട്. ആ ട്രെയിനിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഓൾ ദ പ്രൊഫഷണലി സെലക്ടഡ് ആൻഡ് ജോയിൻഡ് കാൻഡിഡേറ്റ്സ് ബീങ് ഫ്രഷർ വിൽ ഇനിഷ്യലി ബി ഗിവൺ എ സ്റ്റൈപ്പൻഡ് ഓഫ് RS നിങ്ങൾക്കിവിടെ കാണാം 15,000 15,000 പെർ മന്ത്. അതായത് നിങ്ങൾ ഫ്രഷറായിട്ട് ഇതിലെടുക്കുമ്പോൾ നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് ആയിട്ടാണ് ലഭിക്കുന്നത്. ഇത് നിങ്ങൾ നെഗറ്റീവായിട്ട് കാണേണ്ട, അതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ പറയാറ് നിങ്ങൾക്ക് നല്ല ഫ്രീ ആയിട്ടൊരു കോഴ്സ് ലഭിക്കുകയാണ്. അതായത് 15,000 രൂപ നിങ്ങൾക്ക് എന്താണ് സ്റ്റൈപ്പൻഡ് ആയിട്ടാണ് നിങ്ങൾ ഫ്രഷറായിട്ട് നമുക്ക് ഏകദേശം 4-5 മാസമാണ് നിങ്ങൾക്ക് ആ ട്രെയിനിങ് ഉണ്ടായിരിക്കുക. 4 മാസം അല്ലെങ്കിൽ 5 മാസം. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ട്, ടേബിൾ ഉണ്ട്, ആ ടേബിൾ വെച്ച് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റത്തെ ആ ഒരു 4-5 മാസം നിങ്ങൾക്ക് എന്താണ് 15,000 രൂപയാണ് പെർ മന്ത് ആയിട്ട് ലഭിക്കുക. അത് സ്റ്റൈപ്പൻഡ് എമൗണ്ട് ആണ്. ബാക്കി നിങ്ങളുടെ ട്രെയിനിങ് കോസ്റ്റും അതുപോലെ DA തുടങ്ങിയിട്ടുള്ള ആ സമയത്തുള്ള ട്രെയിനിങ് സമയത്തുള്ള എല്ലാ ചിലവുകളും നിങ്ങൾക്ക് ക്ലാസ് ആണ് എന്ത് ചെയ്യുന്നത്, വഹിക്കുന്നത്. ഓക്കെ, നമ്മൾ ഈ പറയുന്ന ക്ലാസ് ആണ് നിങ്ങളുടെ എല്ലാ ചിലവുകളും ഈ കമ്പനിയാണ് വഹിക്കുന്നത്. അത് ഫസ്റ്റ് അറ്റംപ്റ്റിന് മാത്രമേ കമ്പനി അങ്ങനെ വഹിക്കുകയുള്ളൂ. ഒരു ഉദ്യോഗാർത്ഥിക്ക് 2 അറ്റംപ്റ്റിന് ചാൻസ് ഉണ്ട്, മൂന്നാമതൊരു ചാൻസ് കൊടുക്കില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയ കാര്യങ്ങൾ ഞാൻ പറയാം. കോഴ്സിൻ്റെ ഡീറ്റെയിൽ ആയ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാം. ഏവിയേഷൻ സെക്യൂരിറ്റി ഇൻഡക്ഷൻ കോഴ്സ് 5 ദിവസമാണ് ഉണ്ടായിരിക്കുക ട്രെയിനിങ് ഡ്യൂറേഷൻ. അപ്പോൾ ഈ ഒരു കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത് നമ്മുടെ ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി അംഗീകൃതമായിട്ടുള്ള ഏവിയേഷൻ സെക്യൂരിറ്റി ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചായിരിക്കും കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ എയർലൈൻസ് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ഈ പറയുന്ന എന്താണ് ഈ 5 ദിവസത്തെ ആ ഒരു ട്രെയിനിങ് ലഭിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എയർപോർട്ടിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന 3 മന്ത് ട്രെയിനിങ് വേറെ ഉണ്ടായിരിക്കും. അത് നിങ്ങൾ സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി ഓപ്പറേഷൻ നിങ്ങൾ ഈ പറയുന്ന ബേസിക് ഏവിയേഷൻ സെക്യൂരിറ്റിക്ക് മുൻപായിട്ട് നിങ്ങൾ ഈ 3 മന്ത് നിങ്ങൾക്ക് ഒരു ട്രെയിനിങ് ഉണ്ടായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന ഏവിയേഷൻ സെക്യൂരിറ്റി ബേസിക് കോഴ്സാണ്, അത് 14 ദിവസമാണ്. അങ്ങനെ നിങ്ങൾക്ക് ഈ പറയുന്ന എന്താണ് വിവിധ BCS അപ്രൂവ്ഡ് ആയുള്ള ASTIs വെച്ചിട്ടായിരിക്കും അത് നടക്കുക. പിന്നെ എയർപോർട്ടിൽ വെച്ച് 1 മന്ത് നിങ്ങൾക്ക് ഓൺ ദ ജോബ് ട്രെയിനിങ് ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, സെക്യൂരിറ്റി എക്യുപ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്ത് കറക്റ്റായിട്ട്. പിന്നെ നിങ്ങൾക്ക് സ്ക്രീനേഴ്സ് പ്രീ സർട്ടിഫിക്കേഷൻ കോഴ്സാണ്, അത് നിങ്ങൾക്ക് 3 ദിവസമാണ്. അത് ഈ പറയുന്ന അപ്രൂവ്ഡ് ASTIയിൽ വെച്ചിട്ട് കണ്ടക്ട് ചെയ്യുന്നതാണ്. പിന്നെ ടെസ്റ്റിംഗ് ആൻഡ് സർട്ടിഫിക്കേഷൻ ഓഫ് സ്ക്രീനറാണ്, ഇത് നിങ്ങൾക്ക് 2 ദിവസമാണ് ഉണ്ടായിരിക്കുക. കണ്ടക്റ്റഡ് ബൈ BCS ആണ് കണ്ടക്ട് ചെയ്യുക. അപ്പോൾ വാലിഡ് ആയിട്ടുള്ള ഒരു എന്താണ് ട്രെയിനിങ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതായത് നിശ്ചയമുള്ള സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ഏകദേശം നിങ്ങൾക്ക് ഇവിടെ കാണാം 3 മാസം, then 1 മാസം, 4, അങ്ങനെ നമുക്ക് ഏകദേശം ഒരു 5 മാസം മാക്സിമം. ഈ 5 മാസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ട്രെയിനിങ്ങും നമുക്ക് പ്രോപ്പറായിട്ട് ലഭിക്കും. അത് നമ്മൾ കംപ്ലീറ്റ്ലി ഇതിനുള്ള എല്ലാ ചിലവുകളും നമുക്ക് ഈ പറയുന്ന ക്ലാസ്സാണ് കൊടുക്കുന്നത്. നമ്മൾ യാതൊരുവിധ ക്യാഷും കൊടുക്കേണ്ട ആവശ്യമില്ല. വിത്ത് നമുക്ക് സ്റ്റൈപ്പൻഡ് ഇങ്ങോട്ട് കിട്ടണം, 15,000 രൂപ ഇങ്ങോട്ട് കിട്ടണം. അതുകൊണ്ടാണ് പറയുന്നത് എയർപോർട്ട് ജോലിക്കൊക്കെ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ബെസ്റ്റ് എന്താണ് ഓപ്ഷനാണ് ഈ പറയുന്ന എൻട്രി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താണ് ഈ പറയുന്ന ഏവിയേഷൻ സെക്യൂരിറ്റി കോഴ്സൊക്കെ നിങ്ങൾക്ക് അല്ലെങ്കിൽ ട്രെയിനിങ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് എന്താണ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ലഭിക്കുകയാണ്. വിത്ത് എല്ലാ എന്താണ് നിങ്ങൾക്ക് അതിൻ്റെ ചിലവുകളും നമ്മുടെ ഈ പറയുന്ന ക്ലാസ്സാണ് വഹിക്കുന്നത് എന്നതാണ്. ഇത് ഫസ്റ്റ് അറ്റംപ്റ്റിന് മാത്രമേ ഇവർ വഹിക്കുകയുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഇൻ കേസ് നിങ്ങൾ ഇതിൽ എവിടെയെങ്കിലും ഫെയിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും രണ്ടാമത് ഒരു അറ്റംപ്റ്റും പാട് ചെയ്യാം. സെക്കൻഡ് അറ്റംപ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ സെക്കൻഡ് അറ്റംപ്റ്റ് ആകുന്ന സമയത്ത് നിങ്ങളുടെ 15,000 എന്ന് പറയുന്ന സ്റ്റൈപ്പൻഡ് ഉണ്ടല്ലോ, 15,000 എന്നുള്ള സ്റ്റൈപ്പൻഡ് അത് 10,000 ആയിട്ട് കട്ട് ചെയ്യും. ഓക്കെ, അതായത് നിങ്ങൾ ഈ പറയുന്ന ട്രെയിനിങ്ങിൽ എവിടെയെങ്കിലും ഫെയിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന ട്രെയിനിങ്ങിൽ നിങ്ങൾ ഫെയിലായി കഴിഞ്ഞാൽ 10,000 ആക്കും. 15,000 എന്നുള്ള സ്റ്റൈപ്പൻഡ് മന്ത്ലി അത് 10,000 ആക്കി മാറ്റും. അതോടൊപ്പം തന്നെ ഇതിൻ്റെ മറ്റു കോസ്റ്റുകൾ, ട്രെയിനിങ്ങിന് എന്താണോ കോസ്റ്റ് വരുന്നത് എത്രയാണെന്നൊന്നും ഇവർ പറഞ്ഞില്ല, ആ കോസ്റ്റും പാടെ നമ്മൾ കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ആ ഒരു പോസിബിലിറ്റി അവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഫെയിലായി നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അവിടെ നിന്ന് വേണമെങ്കിൽ അത് ഒഴിവാക്കി പോരാം. ഇനി അതല്ല നിങ്ങൾക്ക് തുടർന്ന് സെക്കൻഡ് അറ്റംപ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അതിൽ 10,000 രൂപ നിങ്ങൾക്ക് എന്താണ് സ്റ്റൈപ്പൻഡായിട്ട് ലഭിക്കും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ട്രെയിനിങ് കോസ്റ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് കൊടുക്കാൻ വില്ലിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് തുടരാം, വില്ലിംഗ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പോരാം. പോന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ എന്താണ് നിങ്ങൾ അതിന് വില്ലിംഗ് അല്ലെങ്കിൽ നിങ്ങളുടെ കാൻഡിഡേച്ചർ റിജക്റ്റ് ആവും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഉദ്യോഗാർത്ഥിക്ക് മാക്സിമം 2 അറ്റംപ്റ്റ് ആണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഇത് ക്ലിയർ ചെയ്യാൻ നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഈ ട്രെയിനിങ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അതിൻ്റെ കാര്യം. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റായിട്ട് നിങ്ങൾ ചോദിക്കുക കേട്ടോ. പിന്നെ ഇതിൻ്റെ കോൺട്രാക്ട് പീരീഡ് ഞാൻ പറഞ്ഞു, അതെന്ത് ചെയ്യാം, ഇനിഷ്യലി 3 years ആണെങ്കിലും നിങ്ങൾക്കവിടെ കാണാം ഫർദർ എക്സ്റ്റെൻഡബിൾ പ്യുവർലി ഓൺ നീഡ് ഓഫ് ദ കമ്പനി ആസ് വെൽ ആസ് ദ പെർഫോമൻസ് ഓഫ് ദ കാൻഡിഡേറ്റ്സ്. നമ്മുടെ പെർഫോമൻസ് നല്ലതാണെങ്കിലും കമ്പനിയുടെ നീഡ്സ്, അതായത് കമ്പനിക്ക് എന്ന് പറഞ്ഞാൽ എന്തായാലും നിങ്ങൾ ഇത്രയും കോഴ്സും കാര്യങ്ങളൊക്കെ തന്ന് നിങ്ങളെന്താണ് ഇപ്പം ഇനി പുതിയ ഉദ്യോഗാർത്ഥികൾ എടുക്കുന്നതിലും ബെറ്റർ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ അവർക്ക് വേണം. അപ്പോൾ എന്തായാലും അത് എക്സ്റ്റെൻഡ് ചെയ്ത് തരാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഇനി ഇവിടെ ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻസ് ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ
നിങ്ങൾക്ക് ഇതിലേക്കുള്ള സെലക്ഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഗ്രാജുവേഷൻ്റെ മാർക്ക് കാര്യങ്ങൾ പെർസെൻറ്റേജ് ഒക്കെ നമ്മൾ കൊടുക്കുമല്ലോ. അപ്പോൾ അതിൽ ഉയർന്ന പെർസെൻറ്റേജ് ഉള്ള ഉദ്യോഗാർത്ഥികളെയാണ് അവർ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാം, ബാക്കിയുള്ളവർ അപേക്ഷിക്കേണ്ടതെന്നല്ല. പക്ഷേ നമ്മൾ അപ്ലൈ ചെയ്യുന്ന അപേക്ഷകളുടെ എണ്ണത്തിനനുസരിച്ചായിരിക്കും കേട്ടോ. അപ്പോൾ ചില ഇതിൽ എന്താണ് അത്യാവശ്യം നല്ല അപേക്ഷകളൊക്കെ വന്നു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, എല്ലാവർക്കും ഇൻ്റർവ്യൂ ചെയ്യാന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. അപ്പോൾ അപേക്ഷയുടെ എണ്ണത്തിനൊക്കെ അനുസരിച്ച് അതിനൊക്കെ അനുസരിച്ചായിരിക്കും അത് വരും. അപ്പോൾ നിങ്ങൾ എന്തായാലും അപ്ലൈ ചെയ്യുക. അപ്പോൾ അപ്ലൈ ചെയ്ത എല്ലാവർക്കും എന്താണ് ഈ പറയുന്ന ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാൻ പറ്റിക്കോളുന്നില്ല. അപ്പോൾ അവർ മാർക്കൊക്കെ നോക്കുമെന്നുള്ളത് പറയുന്നുണ്ട്, പെർസെൻറ്റേജ് നോക്കിയിട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും അപ്ലൈ ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, അതിനനുസരിച്ച് അവർ ഇൻ്റർവ്യൂവിന് നിങ്ങൾക്ക് മെയിൽ വഴിയാണ് കോൺടാക്ട് ചെയ്യുക, മെയിൽ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം. ഇനി നിങ്ങൾക്ക് എത്ര സ്റ്റേഷനിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു ഉദ്യോഗാർത്ഥിക്ക് ഏതെങ്കിലും ഒരു ലൊക്കേഷനിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ചെന്നൈയിലേക്ക് മാത്രം അപ്ലൈ ചെയ്യുന്നവർക്ക് മറ്റു ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചെന്നൈയിൽ അപ്ലൈ ചെയ്യുന്നവർക്ക് ചെന്നൈയിൽ മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഒരു പ്ലേസിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, ഏതെങ്കിലും ഒരു അപേക്ഷയെ സമർപ്പിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി നിങ്ങൾക്ക് ഡിഗ്രീൻ്റെ ഇത് അപ്ലൈ ചെയ്യാം. ഇനി +2ൻ്റെ നമ്മൾ അടുത്ത് പറയാൻ പോകുന്ന അതും അപ്ലൈ ചെയ്യാം, അതിലൊന്നും കുഴപ്പമില്ല. പക്ഷേ ഈ ഡിഗ്രീൻ്റെ തന്നെ നിങ്ങൾ ഡിഫറൻറ്റ് ആയിട്ടുള്ള പ്ലേസിലേക്ക് നിങ്ങൾക്ക് ഒരു ഉദ്യോഗാർത്ഥിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, ഏതെങ്കിലും ഒരു പ്ലേസിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ. ഇനി ഇതെങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ഞാൻ വീഡിയോയുടെ അവസാനം കാണിക്കാം കേട്ടോ. ഓക്കെ, അതോടൊപ്പം ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് +2 ക്വാളിഫിക്കേഷൻ്റെ നോട്ടിഫിക്കേഷനാണ്. ഇവിടെ കാണാം 3/6/2025 നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അസിസ്റ്റൻറ്റ് സെക്യൂരിറ്റി എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. 3 വർഷം കരാർ അടിസ്ഥാനത്തിലാണ് ഇതും വിളിച്ചിരിക്കുന്നത്. ഇതും എക്സ്റ്റെൻഡ് ചെയ്യുന്ന പോസ്റ്റ് തന്നെയാണ്. അപ്പോൾ അസിസ്റ്റൻറ്റ് സെക്യൂരിറ്റി പാൻ ഇന്ത്യ ബേസിലാണ്. അപ്പോൾ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമ്മളെ പോസ്റ്റ് ചെയ്യാന്നുള്ള കണ്ടീഷൻ തന്നെയാണ്. ഇവിടെ കുറച്ച് പ്ലേസ് വന്നിട്ടുണ്ടെങ്കിലും കൂടെ കാണാം. ഇവിടെയും ചെന്നൈ ഒക്കെ ഉണ്ട്, 54 വേക്കൻസി ഇവിടെ കൊടുത്തിട്ടുണ്ട്. SC/ST OBC ജനറൽ വേക്കൻസികളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണാം. ഇപ്പോൾ ഇൻ കേസ് നിങ്ങളുടെ റിസർവ്ഡ് വേക്കൻസി ഇല്ലെങ്കിലും നിങ്ങൾക്ക് ജനറൽ വേക്കൻസി ഉണ്ടായതുകൊണ്ട് അതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 30/6/2025 ആണെന്ന് പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു ലൊക്കേഷനിൽ തന്നെ പോസ്റ്റിംഗ് ലഭിച്ചോണമെന്ന് യാതൊരു നിർബന്ധമില്ല എന്ന് ഇവിടെ പറയുന്നുണ്ട്. എവിടെ വേണമെങ്കിലും ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും പോസ്റ്റിംഗ് ലഭിക്കാം. അപ്പോൾ നമ്മുടെ കേരളത്തിലൊക്കെ നിങ്ങൾക്ക് സാധ്യത പ്രതീക്ഷിക്കാം. തമിഴ്നാട്, കേരള എവിടെ വേണമെങ്കിലും നമുക്ക് പോസ്റ്റിംഗ് ലഭിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാം. ഇനി ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഏജ് ആണെങ്കിലും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണെങ്കിലും 1/6/2025 കണക്കാക്കിയിട്ടാണ്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് കൂടെ കാണാം എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഇതാ +2 പാസ്സായിരിക്കുക എന്നുള്ളതാണ്. +2 നിങ്ങൾക്ക് കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഓർ സയൻസ് എനി സ്ട്രീം എടുത്തവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ അതിന് തുല്യമായുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ജനറൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 60% മിനിമം മാർക്ക് വേണം. എന്നാൽ SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 55% മാർക്ക് മതിയിട്ട് അവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ. ഇനി അതോടൊപ്പം തന്നെ നിങ്ങൾ പെർസെൻറ്റേജ് ഓൺലൈനായിട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ ന്യൂമറിക് ആയിട്ട് തന്നെ കൊടുക്കണം. 60, 70 അല്ലെങ്കിൽ 80 എത്രയാണോ നിങ്ങൾക്ക് ഈ പറയുന്ന 65 ആണെങ്കിൽ 65 എങ്ങനെയാണെന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങൾ അങ്ങനെ കൊടുക്കണം. അതല്ലാതെ നിങ്ങൾ ഗ്രേഡ് ആയിട്ടൊന്നും കൊടുക്കാൻ പാടില്ല, CGP ആയിട്ടൊന്നും കൊടുക്കാൻ പാടില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി എനിക്ക് ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ അത്യാവശ്യം സംസാരിക്കാനും അതുപോലെ ലോക്കൽ ലാംഗ്വേജൊക്കെ അത്യാവശ്യം ഒന്ന് ഡീൽ ചെയ്യാൻ അറിഞ്ഞിരിക്കുന്നുള്ളൂ. അതോടൊപ്പം തന്നെ ഏജ് ലിമിറ്റ് നിങ്ങൾക്ക് 1/6/2025 കണക്കാക്കി 27 വയസ്സ് കഴിയാൻ പാടില്ല. നിങ്ങൾക്ക് ഈ പറയുന്ന OBC NCL കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 30 വയസ്സ് വരെയും, SC/ST ആണെങ്കിൽ 32 വയസ്സ് വരെയും, മറ്റു ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അതിനനുസരിച്ച് ഏജ് റിലാക്സേഷൻ ആയിരിക്കും, എക്സ് സർവീസ്മാൻ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾക്കൊക്കെ. അതുപോലെ ഇതിൻ്റെ ജോബ് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. നമ്മൾ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് എയർപോർട്ട്സ് വർക്ക്, അതുപോലെ തന്നെ പാസഞ്ചേഴ്സ് ബാഗേജ് ഹാൻഡ്ലിങ് അങ്ങനെ തുടങ്ങിയിട്ട് ലോഡിങ്, അൺലോഡിങ്, കുറച്ചൊരു ഫിസിക്കലി മൾട്ടി ടാസ്കിങ് ആയിട്ടുള്ള കുറച്ച് വർക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് കുറച്ച് ഫിസിക്കലി നമുക്കൊരു ഫിറ്റ് ആയിരിക്കണം എന്നുള്ള കണ്ടീഷനാണ്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നമുക്ക് ഈ കാര്യങ്ങളൊക്കെ വെയിറ്റ് ഒക്കെ എടുത്തുനിന്ന് ലിഫ്റ്റ് ചെയ്യാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് എന്ന് പറയുന്നത് ജനറൽ ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസിൽ നമുക്ക് അപ്ലിക്കേഷൻ ഫീ വരുന്നത് 500 രൂപയാണ് ജനറൽ OBC കാൻഡിഡേറ്റ്സ്. SC/ST EWC ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് വെറും 100 രൂപ അടിച്ചാൽ മതി. ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് വരുന്നത് നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് സെയിം ഡേറ്റ് തന്നെയാണ്. 9/6 മുതൽ തുടങ്ങിയിട്ട് ജൂൺ 30 വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നത് നിങ്ങളുടെ രജിസ്റ്റർഡ് ഇമെയിൽ ID ത്രൂ ആയിരിക്കും. ഇനി സെലക്ഷൻ പ്രൊസീജിയറിൽ നമുക്ക് ഇതിലേക്ക് ഞാൻ പറഞ്ഞു മെയിനായിട്ട് ഈ പറയുന്ന ഇൻ്റർവ്യൂവിൻ്റെ പെർഫോമൻസ് നോക്കിയിട്ടാണ്. ഇതിൽ നിങ്ങൾക്ക് അതുപോലെ നമ്മുടെ മാർക്കും നോക്കൂട്ടോ. ഇതിൽ നിങ്ങൾക്ക് ഈ പറയുന്ന എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ഇതിൻ്റെ കൂടെ ഓൺലൈൻ അറ്റാച്ച് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ +2ൻ്റെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മാർക്ക് ഷീറ്റ് വെക്കണം. പിന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ എല്ലാം സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി തയ്യാറാക്കണം കേട്ടോ. എല്ലാം നിങ്ങൾക്ക് ആ ഒരു റിലാക്സേഷൻ കിട്ടണമെങ്കിൽ. ഇനി ആധാർ കോപ്പി, പിന്നെ നിങ്ങൾക്ക് അറ്റാച്ച് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് വേണം, 20 KB കൂടാൻ പാടില്ല. പിന്നെ ആപ്ലിക്കേഷൻ ഫീ ചെയ്യണം നിങ്ങൾ, പിന്നെ സ്കാൻഡ് സിഗ്നേച്ചർ കേട്ടോ. ഓക്കെ, ഇനി ഇതിൻ്റെ പേ ആൻഡ് അലവൻസിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ ലഭിക്കുന്നത് 21,500 ആണ്. പിന്നെ രണ്ടാമത്തെ ഇയറിൽ 22,000 ആണ്. മൂന്നാമത്തെ ഇയറിൽ 22,500 ആണ്. ഇതിന് നമുക്ക് മറ്റു കോഴ്സുകളോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഇതിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് പോസ്റ്റിംഗ് തന്നെയാണ് ലഭിക്കുന്നത്. ഇൻ അഡീഷൻ നിങ്ങൾക്ക് ഈ പറയുന്ന സാലറിക്ക് പുറമെ TA DA ലോഡ്ജിങ് അതുപോലെ ബോർഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ ലീവ്, മെഡിക്കൽ ഇൻഷുറൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഗ്രാറ്റുവിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നിശ്ചയമായ ഉപകാരമുള്ള ഒക്കെ ഉണ്ടായിരിക്കും. പിന്നെ അതോടൊപ്പം തന്നെ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് ടേം ആണ്, 3 വർഷത്തേക്കാണ് നിയമിക്കുന്നത്. എങ്കിലും അത് എക്സ്റ്റെൻഡബിൾ ആണെന്ന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ പെർഫോം ഒക്കെ ചെയ്യാം. ഓക്കെ, ഇനി അതോടൊപ്പം തന്നെ ഒരു സ്റ്റേഷനിലേക്ക് ഒരു ഉദ്യോഗാർത്ഥിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ലൊക്കേഷനിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഒന്നിലധികം ലൊക്കേഷനിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു ലൊക്കേഷൻ, ചെന്നൈ ആണെങ്കിൽ ചെന്നൈയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആണെങ്കിൽ മറ്റ് ലൊക്കേഷനിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഏതെങ്കിലും ഒന്നിലേക്ക് ഒരു ഉദ്യോഗാർത്ഥിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കാം.
അപ്പോൾ ഇത്രയാണ് ഈ ഒരു നോട്ടിഫിക്കേഷനും പറയാനുള്ളത്. അപ്പോൾ നല്ലൊരു അവസരമായിട്ട് നിങ്ങളിത് കാണുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. അപ്പോൾ ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ എന്ന് പറഞ്ഞ ലിങ്ക് കൊടുക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വെബ്സൈറ്റിലാണ് വരുന്നത്. നിങ്ങൾക്കാണ് GeoCLH ലാൻഡ്. ഇവിടെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഇതിന് മുന്നേ ഞാനൊരു കാര്യം ഇവിടെ പരിചയപ്പെടുത്താം. ഈസി ടൂളിൻ്റെ അടുത്തായിട്ട് ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റി പറഞ്ഞിട്ട് പുതിയ കമ്മ്യൂണിറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതായത് നമ്മൾ പ്രൈവറ്റ് ജോബ്സ് ഒക്കെയാണ് പ്രധാനമായിട്ടും ഓരോ മന്ത് വൈസ് ജോബ്സ്, അതായത് വലിയ വലിയ കമ്പനികളിൽ വന്നിരിക്കുന്ന ജോബ്സ്, വർക്ക് ഫ്രം ഹോം ജോബ്സ്, അതുപോലെ നമുക്ക് എയർപോർട്ട് ജോബ്സ് പോലെയുള്ള വിവിധ മറ്റു പ്രൈവറ്റ് കമ്പനികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവിടെ നമുക്ക് വരുന്ന വാക്കൻസികളൊക്കെ ലിസ്റ്റ് ചെയ്യുന്നൊരു ഒരു നമ്മുടെ ആപ്പ് ത്രൂ തന്നെ നിങ്ങൾക്ക് ഫോൾഡർ വൈസ് കാണാൻ പറ്റുന്ന സംവിധാനമാണ്. അതിൽ ആഡോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ഇതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ താഴോട്ട് വരിക. ഇവിടെ കാണാൻ നിങ്ങൾക്ക് കേരള ജോബ്സ് എന്ന് കാണാം. കേരള ജോബ്സിലൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. AI ക്ലാസ് എന്ന് ഇവിടെ കാണാം. നമ്മൾ വീഡിയോ ചെയ്ത് കുറേ ദിവസത്തിന് ശേഷമാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ ഇവിടെ ഒന്നും ഉണ്ടാവില്ല. കാരണം ഇവിടെ നമ്മൾ പുതിയത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് അത് ഇവിടെ ലിസ്റ്റ് ചെയ്യും. പഴയതൊക്കെ എന്ത് ചെയ്യും, ഇവിടെ റീഡ് മോർ എന്നുള്ള ക്ലിക്ക് ചെയ്യണം കേട്ടോ. ഫോർ എക്സാമ്പിൾ ഞാൻ കാണിക്കാം. അവിടെ ജസ്റ്റ് നമ്മൾ റീഡ് മോർ എന്നുള്ള ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഞാൻ അത് അറിയാത്തവർക്കാണ് കേട്ടോ. ചിലർക്ക് എന്താണെന്ന് വെച്ചാൽ വീഡിയോ നമ്മൾ പബ്ലിഷ് ചെയ്ത് കുറേ ദിവസം കഴിഞ്ഞിട്ടൊക്കെ വീഡിയോ കാണുന്നവരാണെങ്കിൽ അവർ ഈ പോസ്റ്റ് തപ്പി പിടിക്കാൻ പുതിയതായിരിക്കും. അപ്പോൾ റീഡ് മോർ എന്നുള്ള ക്ലിക്ക് ചെയ്യുമ്പോൾ കൂടെ കാണാൻ പറ്റും കേരള ജോബ്സ് എന്നുള്ളതിൽ ഇങ്ങനെ കാരണം അതൊക്കെ പേജ് വൈസ് ആണ്. ഇവിടെ 25 പേജ് വരെ ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് അടിച്ച് അങ്ങനെ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി അതല്ല ഒരു എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ നമുക്കിത് ഇവിടെ നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ ഉണ്ട് ഒരു സെർച്ച് ബാർ ഉണ്ട്. ഇവിടെ AI ക്ലാസ് അടിച്ചു കൊടുത്ത് സെർച്ച് കൊടുത്താൽ അത് നിങ്ങൾക്ക് ഈ പോസ്റ്റ് കാണാം. ഈ ടൈറ്റിൽ നോക്കിയാൽ AI ക്ലാസ് റിക്രൂട്ട്മെൻറ്റ് 2025 393 പോസ്റ്റാണ്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇത് ഓപ്പൺ ആക്കാം. ഇത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം, അതുപോലെ നമ്മുടെ വാട്സപ്പ്, ടെലഗ്രാം ഇതൊക്കെ ജോയിൻ ചെയ്യാം കേട്ടോ. കാരണം നമുക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് ഇൻസ്റ്റയിൽ നമുക്കൊരു ചാനലുണ്ട്. ആ ചാനലിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കമൻസ് ഒക്കെ ഇടാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളിലേക്ക് അറിയാൻ പറ്റും. അതിന് റിപ്ലൈ തരാൻ എനിക്ക് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യട്ടോ. നമുക്ക് ഇൻസ്റ്റയിൽ ഫോളോ ചെയ്തിട്ട് പിന്നെ നമ്മുടെ ടെലഗ്രാം, വാട്സപ്പ് ചാനലുണ്ടായിരുന്നു. ഇങ്ങനെ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക. നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിലൂടെ കാണാം. നോട്ടിഫിക്കേഷൻ 2 ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അസിസ്റ്റൻറ്റിൻ്റെ ഇവിടെ ഉണ്ട്, സെക്യൂരിറ്റി സ്ക്രീൻ ഇവിടെ ഉണ്ട്. അപ്ലിക്കേഷൻ ഫോം എന്നുള്ളിടത്ത് കൂടെ കാണാം. ക്ലിക്ക് ചെയ്യാറുണ്ട് കാണാം. ഇത് നമുക്ക് 9/6/2025 ഓൺലൈൻ അപേക്ഷ സ്റ്റാർട്ട് ആവുന്നത്. ഞാൻ വീഡിയോ ചെയ്യുന്നത് 5/6 ആയിട്ടുള്ളൂ. ഇനി നമുക്ക് 4 ദിവസമുണ്ട്. ഓക്കെ, അപ്പോൾ ജൂൺ 9 ഞാനത് ഇവിടെ ലിങ്ക് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യും. ഇനി ഇതിൻ്റെ വീഡിയോ, അതായത് നമ്മൾ ഓൺലൈൻ അപേക്ഷ നൽകേണ്ട വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കോൺടാക്ട് ഓൺലൈൻ അപ്ലിക്കേഷൻ ഇതിൽ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. വാട്സപ്പാണ്, അതിലേക്ക് കോൺടാക്ട് ചെയ്യാം. സർവീസ് ചാർജ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ലിങ്ക് ഞാനത് ആ സമയത്ത് ഇവിടെ അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന വീഡിയോ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. കൂടുതൽ കമൻറ്റൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഓൺലൈൻ ഫോം ഫില്ലിംഗ് വീഡിയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. റീസെൻ്റ് ചെയ്ത ISRO അങ്ങനെ തുടങ്ങിയ വിവിധ വാക്കൻസികൾ, SSC, അപ്പോൾ ഈ ഒരു ജൂണിലൊക്കെ ഒരുപാട് വാക്കൻസികൾ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഒരുപാട് SSC തന്നെ കുറച്ച് വരുന്നുണ്ട്. പിന്നെ അതുപോലെ മറ്റു വാക്കൻസികളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഡെയിലി നിങ്ങൾ നോക്കുക. അപ്പോൾ ഇത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യാനും മറക്കണ്ട. താങ്ക്